മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിന്റെ മുഖമാണ് ത്യാഗം. മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ത്യാഗങ്ങളായി മാറുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ ത്യാഗങ്ങൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് നമുക്ക് ഓർക്കാം. ജീവിതത്തിൽ വേദനകളും ക്ലേശങ്ങളും ഉണ്ടാകുമെന്ന അറിവോടുകൂടെ തന്നെ നാം ഏറ്റെടുക്കുന്ന സഹനങ്ങളാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന സുഹൃതങ്ങളാണ് ത്യാഗങ്ങൾ. കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസായും കർത്താവിന് വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും അതുപോലെ തന്നെ CMI സഭാ സ്ഥാപകനായ വിശുദ്ധ ചാവറയച്ചനുമെല്ലാം മനോഹരമായൊരു ജീവിതം ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി ത്യജിച്ചവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമ്മുടെ സമയം, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യമെല്ലാം നമ്മൾ ത്യജിക്കുകയാണ്. അങ്ങനെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ത്യാഗത്തിന്റെ മനോഭാവം നമുക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ കുരിശിലേക്കുള്ള യാത്ര തന്നെയാണ് ത്യാഗത്തിന്റെ ഏറ്റവും നല്ല മനോഹരമായ ഉദാഹരണം. കുരിശിന്റെ തണലിൽ, കുരിശിന്റെ അടുക്കിലേക്ക് നാം യാത്ര ചെയ്യുന്ന ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് അത് നന്മയായി കൊടുക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളും കുരിശിന്റെ വഴി പ്രാർത്ഥനകളും ധ്യാനങ്ങളും എല്ലാം കൂടുതൽ മനോഹരമായി തീരുന്നു, ത്യാഗപൂർണമായി തീരുന്നു. മനോഹരമായ ഒരു നോമ്പുകാലം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.